നാടിന്റെ നിർമ്മിതിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് വിഭാഗമാണ് കച്ചവടക്കാരും ഓട്ടോറിക്ഷക്കാരും. നമ്മുടെ നാട്ടിൽ ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അത് നമ്മെ കണ്ടാണ് തുടങ്ങുന്നത്. അതിനാൽ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങൾ മാത്രമേ ടൗണിൽ പോയി വാങ്ങാവൂ. നമ്മുടെ നാട്ടിലുള്ള കടയിലേക്ക് ക്യാഷ് ഇല്ലാത്തപ്പോൾ കടം വാങ്ങാൻ വേണ്ടി പോവുകയും റെഡി ക്യാഷ് ഉള്ളപ്പോൾ ടൗണിൽ പോയി സാധനം വാങ്ങി വരികയും ചെയ്യുന്നത് മിതമായി പറഞ്ഞാൽ ഒരു നന്ദികേടാണ്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ എത്ര വേണമെങ്കിലും വസ്തുക്കൾ കടമായി നൽകാൻ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരുണ്ടാവുക. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അല്ലെങ്കിൽ ഒരു വിപരീതഘട്ടം വന്നാൽ സഹായഹസ്തവുമായി നമ്മിലേക്ക് ഓടി വരുന്നതും ഈ കച്ചവടക്കാരാണ്. അതിനാൽ സ്വന്തം നാട്ടിലെ കച്ചവടക്കാർ നാടിൻ്റെ ഐശ്വര്യമാണ്. അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട് അത് അടച്ചുപൂട്ടി പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നാട്ടുകാർ അദ്ദേഹത്തോട് സഹകരിച്ചില്ല എന്നാണ്. എന്നാൽ ചില ആളുകൾ അവരുടെ കേടുകൊണ്ടും അമിതമായ വില ഈടാക്കുന്നത് കൊണ്ടും പൂട്ടിപ്പോകേണ്ടി വന്നിട്ടുണ്ടാവാം. അതിനെപ്പറ്റിയല്ല പറയുന്നത്. നല്ല നിലയിൽ മര്യാദയുള്ള ഒരു കച്ചവടം ചെയ്യുന്ന നല്ലവരായ കച്ചവടക്കാരുണ്ടാവും നാട്ടിൽ. അവരെ നാം എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇനി 2 റുപ്യ 5 റുപ്യൊക്കെ ഏറെ വന്നാലും ശരി, നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ നമ്മുടെ സ്വത്താണ്, നമുക്ക് ഐശ്വര്യമാണ്. അവരെ നാം വളർത്തിയെടുക്കണം. അവരാണ് നമ്മുടെ നാടിനെ നിർമ്മിക്കുന്നവർ. മറ്റൊരു വിഭാഗമാണ് ഓട്ടോറിക്ഷക്കാർ. അവരെ ഏത് മഴയത്തും വെയിലത്തും രാത്രിയും പകലും ഉറക്കലും എപ്പോൾ വിളിച്ചാലും നമ്മുടെ ആവശ്യത്തിൻ്റെ തോതനുസരിച്ച് അവർ അതിവേഗം ഓടിയെത്തും. എന്ന് പറഞ്ഞാൽ ആപൽഘട്ടങ്ങളിൽ നമുക്ക് രക്ഷകരായി ഓടിയെത്തുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. അവർ രാത്രിയിൽ എണ്ണയടിച്ച് വീട്ടിൽ വണ്ടി കൊണ്ടുപോയി വെച്ചിട്ട് എവിടെ നിന്നെങ്കിലും വല്ല വിളിയും വരുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പാതിരാ സമയത്ത് ഏതെങ്കിലും ഒരു ഉപ്പാക്കോ ഉമ്മാക്കോ ഒരു വേദന വന്നാൽ, പെട്ടെന്നൊന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടി വന്നാൽ, അവർക്ക് ടാക്സി വാഹനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാർക്ക് ഒന്ന് വിളിച്ചാൽ മതി, ഉടനടി അവർ എഴുന്നേറ്റ് വണ്ടിയുമായി വരുന്നത് നമ്മുടെ ജീവൻ രക്ഷിക്കാനാണ്. അതിനാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നമ്മുടെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും ആണ്. അതുമാത്രമല്ല, നമ്മുടെ ജീവന്റെ രക്ഷകരും കൂടിയാണ് അവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലക്ഷ്യസ്ഥാനത്തേക്ക് എന്ത് ത്യാഗം സഹിച്ചും അവർ നമ്മെ കൊണ്ടുപോയാക്കുന്നു, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മെ തിരിച്ചെത്തിക്കുന്നു. എല്ലാം ചെയ്യുന്ന ആ നല്ലവരായ ഓട്ടോറിക്ഷക്കാർക്ക് പരമാവധി ട്രിപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ അവരുടെ നമ്പറൊക്കെ ശേഖരിച്ച് വെച്ച് അവരുടെ ഓട്ടിയിട്ടുള്ള ജീവിതത്തിൽ നാമും ഒരു പങ്കാളികളാവണം. പുറത്തുനിന്ന് ആളുകളെ വിളിക്കുന്നതിന് പകരം സ്വന്തം നാട്ടിലെ ഓട്ടോറിക്ഷക്കാരെ വിളിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഖ്വയുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, അത്തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞാൽ അയ്യതആവനൽ മുസ്ലിമൂന ഫീ ഫിഅലി കുല്ലി മാ ഫീഹി ഖൈറുൻ വത്വഅതു ലില്ലാഹ് സവാഉൻ കാന ദാലിക ഫീ അഅമാലിഹിം ദുനിയവിയ്യ അവിദ്ദീനിയ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ ദുനിയവിയും മതപരവുമായ എല്ലാ കാര്യങ്ങളിലും, ഖൈറുള്ള എല്ലാ കാര്യത്തിലും പരസ്പര സഹകരണം വേണം. പരസ്പര സഹകരണം എന്ന് പറയുമ്പോൾ കച്ചവടക്കാരും ശ്രദ്ധിക്കണം. അവർ എവിടെയും ഇല്ലാത്ത വലിയ വിലയൊക്കെ വാങ്ങി നാട്ടുകാരെ ബുദ്ധിമുട്ടാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് എല്ലാ കച്ചവടക്കാരും ഓട്ടോറിക്ഷക്കാരും നമ്മുടെ നാടിൻ്റെ ഒരു സ്വത്തായി, സമ്പത്തായി
നമ്മൾ കാണുകയും അവരോട് പരമാവധി സഹകരിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.